പണ്ട് ചെറുപ്പത്തിലേ ഞാൻ വലുതാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വരാറുള്ളൊരു കാര്യമാണ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ രണ്ടിൻ്റെയും ഹസ്ബൻഡ്സ്, പിന്നെ കുട്ടികൾ, അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് യാത്രകൾ പോകുന്നതും, പറ്റുമെങ്കിൽ ഒരുമിച്ച് എനിക്കും അനിയത്തിക്കും ഫാമിലിക്കും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കാമെന്നും, പിന്നെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നേ. അത് പൂർണ്ണമായിട്ടങ്ങ് നടന്നില്ലെങ്കിലും ഒരുവിധമൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണിത്. ഇപ്പം എൻ്റെ അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ടവർ ഒരുമിച്ചുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അതൊന്നും പറയാനല്ല ഞാൻ ഇന്ന് വന്നത്. ഇന്നത്തെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടോ. 1-2 വർഷം ആയതേ ഉള്ളൂ ഇത് കായ്ക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അല്പം നല്ലോണം കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് റംബൂട്ടാൻ. അതും കഴിഞ്ഞിട്ട് ചെന്നപ്പോഴാണ് ഒരു ചക്ക അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് പഴുത്തതായിരിക്കും. എങ്കിൽ പിന്നെ അതൊന്നും നോക്കാം, ഒന്ന് കുറച്ച് ചക്ക കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അതങ്ങ് വീണുപോയി. എന്തായാലും കാര്യം എളുപ്പമായി. പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നിട്ട് ആ ചക്കയായിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒത്തുകൂടി. ഇതാണ് കേട്ടോ എൻ്റെ വീട്. എന്നിട്ട് ഞങ്ങൾ ഈ ചക്കയൊക്കെ മുറിച്ച് കുറേ നേരം ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങൾ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ സന്ദർഭങ്ങളിൽ. ഇതാണ് ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല എന്ന് പറയുന്നത്. പിന്നെ ചക്കയുടെ കാര്യം പറയാനാണെങ്കിലും എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരുപാട് പ്ലാവുകളും അതിൽ നിറച്ച് ചക്കകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എല്ലാവരും നല്ല ചക്കപ്രിയരുമായിരുന്നു. അതേപോലെ ഞങ്ങളുടെ കുട്ടികളും ഇങ്ങനെ ചക്കയും മാങ്ങയൊക്കെ കഴിച്ച് വളരട്ടെ. വീരക്കുഞ്ഞിന് അത്യാവശ്യം ഇഷ്ടമൊക്കെയാണ്. ഇനി കുഞ്ഞിമണിയെയും കൂടി ഇഷ്ടമാക്കി എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനിയൊരു കഥയായിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം.